ഇത് ഏട്ടൻ്റെ ഏറ്റവും നല്ല ഓർമ്മയാണിത്. കാരണം ഇത് ഏട്ടൻ വീട്ടിൽ നിന്ന് മോൻ്റെ കൂടെ കളിക്കുന്നത് ഞാൻ കാണുന്നതാണ്. ഞാനൊരു ലാസ്റ്റ് ഈ മാസം തന്നെ, അതായത് ജൂലൈ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് മോനും ഏട്ടനും കൂടി കളിക്കുന്നുണ്ട്. എല്ലാം തകർന്നിട്ടും ഒരു പോറല് പോലും ഏൽക്കാത്ത ഒരു കളിപ്പാട്ടം. അയാനും അച്ഛൻ അർജുനും ഒരുമിച്ചോടിച്ചു കളിച്ചൊരു വെള്ള ലോറി. ആ ലോറി അച്ഛൻ പൊന്നുപോലെ നോക്കുമെന്ന് അയാൻ ഉറപ്പുണ്ടായിരുന്നു. അതെ, മകന്റെ പ്രിയപ്പെട്ട ലോറി അർജുൻ പൊന്നുപോലെ കാത്തു. അയാന്റെ കളിച്ചിരികളുടെ ഓർമ്മകളായിരുന്നു അർജുന് ആ ലോറി നിറയെ. നമ്മൾ വിചാരിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൊണ്ടുവന്ന് പോകണം, എല്ലാം കൊണ്ടുപോകണം. അതിപ്പോൾ ഉള്ളത് കൊണ്ട് ഇപ്പം കാർവാറിലേക്ക് പോകണം, SP പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് നാട്ടിലേക്ക് പോകണം. കാർവാറിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് DNA റിസൾട്ട് വന്നാൽ അപ്പം തന്നെ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ മോന് ഇത് ഏട്ടൻ്റെ ഏറ്റവും നല്ല ഓർമ്മയാണിത്. കാരണം ഇത് ഏട്ടൻ വീട്ടിൽ നിന്ന് മോൻ്റെ കൂടെ കളിക്കുന്നത് ഞാൻ കാണുന്നതാണ്. ഞാനൊരു ലാസ്റ്റ് ഈ മാസം തന്നെ, അതായത് ജൂലൈ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് മോനും ഏട്ടനും കൂടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഓർമ്മയ്ക്ക് ഇതിനെക്കാട്ടി നല്ലൊരു സാധനം എനിക്കില്ല. എനിക്കല്ല എല്ലാവർക്കും. ഹൃദയത്തിലെ നോവായി ചീറിപ്പാഞ്ഞെത്തി ലോറി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഒരടി മുന്നോട്ടനങ്ങാൻ പറ്റുന്നില്ലല്ലോ അർജുനെ. പോക്കറ്റിൽ സുരക്ഷിതമായി ആ ലോറി കരുതി മാറ്റിവെക്കുകയാണ്. അയാന് കൊടുക്കാൻ ഇനി ഇത് മാത്രമാണ് ബാക്കി. അച്ഛന്റെ ഓർമ്മകളുടെ നിറമാണിതിന്. അച്ഛന്റെ മണമുണ്ട്. വീട്ടിലേക്ക് വിളിച്ച് സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ ഫോൺ. എല്ലാം തെറ്റിച്ച സമയം. അവന്റെ വാച്ച്. മാറിയുടുക്കാൻ കരുതിയ വസ്ത്രങ്ങൾ, ഭക്ഷണം പാകം ചെയ്യാൻ കരുതിയ പാത്രങ്ങൾ, കിട്ടിയതിലൊക്കെയും അർജുനുണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ സത്യം പറയുകയാണെങ്കിൽ അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അർജുൻ്റെ എന്തെങ്കിലും ഒരു ശേഷിപ്പ് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ നമുക്ക് അർജുൻ ഉപയോഗിച്ച എല്ലാ ഒട്ടുമിക്ക സാമഗ്രികളും നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വീട്ടിലെത്തിക്കും. അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ സാധനവും നമ്മൾ വീട്ടിലെത്തിക്കും. DNA അവർ മാക്സിമം സ്പീഡായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇന്നെങ്കിൽ നാളത്തോട് നാളത്തോട് തീരാൻ സാധ്യതയുണ്ടെന്നാണ് പറയിച്ചത്. നാട്ടിലേക്കുള്ള അവസാന യാത്രയ്ക്കൊരുങ്ങുകയാണ് അർജുൻ. ബാഗിനുള്ളിൽ എല്ലാം അടുക്കിയൊതുക്കി പതിവായി പോയിരുന്ന വഴി. പക്ഷേ ഇത്തവണ ഒരു നൊമ്പരമായാണ് യാത്ര. ഒരു കുഞ്ഞു പെട്ടിയിൽ വലിയ സങ്കടത്തിന്റെ ഭാരവുമായി വരികയാണ്. സന്തോഷം തോന്നില്ല. അതുണ്ടാവുമല്ലോ, ചില കാര്യം കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ, വരുന്നേ ഇല്ല. ആകെ ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പോകാന്നുള്ള ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. അവന് കണ്ടില്ലേ അവസ്ഥ, കണ്ടില്ലേ, ഒന്നും ആയിട്ടില്ല. ടയറ് എല്ലാം കാറ്റ് വരെ പോയിട്ടില്ല.
കാറ്റ് വരെ പോയിട്ടില്ല. നമുക്ക് അത്രയും ഉറപ്പാ എന്തെങ്കിലും ഒരു അപകടം പറ്റി അതിൻ്റെ ഇമ്പാക്റ്റ് മുഴുവൻ ഇതിൻ്റെ ആ പവർ മുഴുവൻ താങ്ങിയത് നമ്മളെ മരക്കച്ചവടം ചെയ്യുന്നത് നമുക്കറിയാം. നമ്മളെ ലോറിനെ സേഫ് ചെയ്യാൻ നമ്മളെ മരത്തിന് കഴിയും. അതാണ് ഇവിടെ. ഈ വണ്ടിക്ക് വരെ ഗംഗാവലിപ്പുഴന്ന് ഇങ്ങോട്ട് കയറി വരാൻ തോന്നുന്നില്ല, അവിടെ കിടക്കാനാണ് തോന്നുന്നത്. ഏത് മതക്കാർക്കും അവരെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഏതൊരാൾക്കും, ഏത് മതം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ, അന്ത്യകർമ്മം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റാണ്. അതിനൊരു ഭാഗം കൊണ്ടുപോയി കൊടുത്തേ മതിയാവും. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് ഉപയോഗിച്ച സാധനങ്ങൾ എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ട്. അതിന് നമ്മൾ വാല്യൂ കൽപ്പിക്കണം. ആ വാല്യൂ ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് എത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിനോടുത്ത വാക്ക് പാലിക്കാനായല്ലേ? തീർച്ചയായിട്ടും അതിൽ സമാധാനമുണ്ട്. ഷിരൂരിൽ നിന്ന് കണ്ടെത്തിയ ആ ലോറി അവൻ്റേതാണെന്നുറപ്പിച്ച നേരം മുതൽ ഒരു വിങ്ങലാണ്. കരയാതെ പിടിച്ചു നിൽക്കാനാകുന്നതൊക്കെയും ചെയ്യുന്നുണ്ട്. പക്ഷേ പുഴക്കരയിൽ വലിച്ചു കയറ്റിയിട്ടിരിക്കുന്ന ലോറി സങ്കടത്തിലേക്ക് വീണ്ടും വലിച്ചിടുകയാണ്. ഭയങ്കര എങ്ങനെ കൊണ്ടെടുക്കണ അറിയോ? മലയാളിമാർക്ക് പോലും പെർമിഷൻ ഇല്ല ഇതിൻ്റെ ഉള്ളിലേക്ക്. ചെരുപ്പ് ചളി ഉണ്ടെങ്കിൽ കയറണമെങ്കിൽ ഒക്കെ നിബന്ധന ഉള്ള മനുഷ്യനാണ്. ഇവിടെ വരെ ഈ സ്റ്റെപ്പുമ്മൽ വരെ പുല്ല്, ആർട്ടിഫിഷ്യൽ പുല്ലാ. പ്രാന്തം എന്നൊക്കെ പണിയുന്ന ഞാൻ പറയല്ലോ. അതിന് ഓർക്ക് ഇത് ജീവനാ. മുബിക്ക് ആയിക്കോട്ടെ, നമ്മളെ കുറേ ഡ്രൈവർമാരുണ്ട്, എല്ലാത്തിനും ഈ വണ്ടി പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. എനിക്ക് അങ്ങനെ ഒരു ജീവന് വണ്ടിനോട് എനിക്ക് ഒരു ക്രേസ് തോന്നിയിട്ടില്ല. പിന്നെ അനിയൻ്റെ ക്രേസിൽ അങ്ങനെ ഉണ്ടല്ലോ, കൂടി കൊടുക്കാന്നുള്ളത്. ചെറിയ ആളല്ലേ അവന്. അപ്പോൾ നമ്മളെ ഫാദർ കുറേ ചെറുപ്പത്തിൽ മരിച്ചതിനോണ്ട് അവൻ്റെ സന്തോഷത്തിൽ കൂടി കൊടുക്കും. ഇതൊക്കെ ഈ സ്റ്റിക്കർ ചെയ്തതിനൊക്കെ ഞാൻ ചീത്ത പറഞ്ഞ അത് എഴുതിയത് സ്ട്രോങ് എന്നാ. ഈ സ്ട്രോങ് എന്ന് പറഞ്ഞ സ്റ്റിക്കറാണ്, ഞാൻ ചീത്ത പറഞ്ഞ സ്റ്റിക്കറാണ് വെറും മേലെ ഉണ്ടായിരുന്നത്. ഈ ടയറും ഈ ഇതും മാത്രമേ ഉള്ളതിന് മണ്ണിൻ്റെ മേലെ ഉള്ളത്. ഈ സ്ട്രോങ് സ്റ്റിക്കറാണല്ലോ സ്കൂബ ഡൈവേഴ്സിന് ടോർച്ചിൽ ആ റിഫ്ലക്ഷൻ കിട്ടിയത്. അങ്ങനെ ആ വണ്ടി കണ്ടുപിടിച്ചത്. ഞാനിത് ചീത്ത പറഞ്ഞ കേസ്. അങ്ങനത്തെ സ്റ്റിക്കർ ഒട്ടിച്ച് പൈസ ചിലവാക്കാനായിട്ട് ഇനിയൊരു സ്ഥലമില്ല ഈ വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ. ഈ വണ്ടിക്ക് എന്നല്ല, നമ്മളെ വണ്ടികൾ വരുന്ന കണ്ടാൽ മതി. പുതിയ വണ്ടികൾക്ക് നമുക്ക് ഒരു പഴയ വണ്ടിയുണ്ട്, പക്ഷെ അത് ആ ചീത്ത പറഞ്ഞത് അല്ല, അത് അവിടെ നിന്നോട്ടെ പറഞ്ഞു. അത് അവിടെ നിന്നതിനോണ്ടാണ് ഈ വണ്ടി കണ്ടുപിടിച്ചത്. അല്ലാതെ ഈ വണ്ടി നിന്ന ഭാഗത്ത് കൂടി ഒരു 50,000 പ്രാവശ്യം റെസ്ക്യൂ ടീം, നേവി ആയിക്കോട്ടെ, ഈശ്വർ മൽപ്പ ആയിക്കോട്ടെ, പല ആളുകളും അയിലും പോയത് ഞാൻ കണ്ട. ഒരു 50,000 പ്രാവശ്യം. പക്ഷെ കണ്ടില്ലേനു. എന്തോ ഭാഗ്യത്തിന് സ്കൂബ ഡൈവേഴ്സിൻ്റെ ടോർച്ച് ആ സ്റ്റിക്കർ റിഫ്ലക്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ വൈത്തിരിവ്. ഇനി ഞാൻ വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ചീത്ത അറിയില്ല. അവനിരുന്ന ക്യാബിൻ അനുഭവിച്ച വേദനയുടെ ആഴം അടയാളപ്പെടുത്തുന്നുണ്ട്. തകർന്നു പോയത് ആ ട്രക്ക് മാത്രമല്ല, അർജുനെ തിരഞ്ഞിറങ്ങിയ, എവിടെയെന്ന് പരതിയ ഓരോ മനുഷ്യന്റെയും ഹൃദയം കൂടിയാണ്. ടണ്ണിലേറെ ഭാരമുണ്ടായിരുന്ന ട്രക്ക് എങ്ങനെ മീറ്ററുകൾക്കപ്പുറമുള്ള പുഴയിൽ വീഴും? ശാസ്ത്രീയതയെ വൈകാരികത കൊണ്ട് നേരിട്ട് നമ്മൾ കൂടി തെരച്ചിലിന്റെ ദിശ മാറ്റി. ഒടുവിൽ 72-ാം നാൾ ഗംഗാവല്ലിപ്പുഴയുടെ ആഴങ്ങളിൽ നിന്ന് ലോറി കണ്ടെത്തുമ്പോൾ അടയാളപ്പെടുത്തപ്പെട്ടു. പോണ പോക്കിന് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടാ പോയത്. എല്ലാവരും
ഇനി ഒരു കാര്യം പഠിപ്പിക്കാൻ ബാക്കിയില്ല. അതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു 2 ദിവസം പറയാനുള്ളതുണ്ട്. ഒരു ദുരന്തം നടന്നാൽ എന്ത് ചെയ്യണമെന്ന് അർജുൻ പഠിപ്പിച്ചു. ഒരു അന്യ സ്റ്റേറ്റിൽ ഒരു മലയാളി കുടുങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അന്യ സ്റ്റേറ്റിലുള്ള ആളുകൾക്ക് ഇപ്പം ബോധം വന്നിട്ടുണ്ടാവും. അതേമാതിരി മതസൗഹാർദ്ദം എന്താണ്, ദുരന്തത്തിലും മതത്തെ തെരയുന്ന ആളുകളെ നമ്മൾ വലിച്ചു കീറിക്കണം. അർജുൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു സാധാരണ ഒരു മരണത്തെ എന്തായാലും ആ മരണം എല്ലാം അവൻ്റെ ഉണ്ടായത്. ഇത് ചരിത്ര നിമിഷ ഒരു ചെറിയ ഒരു ആക്കും വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടാവില്ല. ഒരു ഉദ്യോഗസ്ഥനെയും ഒരു രാഷ്ട്രീയ നേതാവിനെയും ഞാൻ മനസ്സമാധാനത്തോട് കൂടിയിട്ട് ഇതാക്കിയില്ല. ഓരും ടെൻഷനായിപ്പോയി. കിട്ടൽ പിന്നെ ഒരു ഇന്ത്യൻ്റെ അഭിമാന പ്രശ്നമായി മാറി. ഏത് വലിയ അപകടത്തെയും നേരിടാനുള്ള കരുത്തുണ്ടെന്ന് കരുതിയ ഇരുമ്പ് ക്യാബിനാണിത്. ചുരുട്ടിയെടുത്ത കടലാസ് പോലെ ഒരു പിടി, അതുമാത്രമാണ് ബാക്കി. ഇതെങ്ങോട്ട് കൊണ്ടുപോയി വെക്കും എന്നുള്ളതാണ്. പിന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ല, അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. മുബിൻ്റെതാണ്. ഏത് ലോറിൻ്റെ കാര്യം, ലോറി ഏത് പാതാളത്തിലായാലും എടുക്കുക എന്നുള്ളത് എൻ്റെ ജോലിയാണ്. ഇനി ഇത് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് മുബി തീരുമാനിക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇവിടെ വെക്കണം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാവരും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരാൾക്ക്, ഒരു മനുഷ്യജീവന്, അവൻ ഡ്രൈവർ ആയിക്കോട്ടെ, അവൻ മിനിസ്റ്റർ ആയിക്കോട്ടെ, ഓനക്ക് എന്ത് വില ഉണ്ട് സമൂഹത്തിൽ, ആ വിലൻ്റെ പ്രതീകമാണിത്. ഓനൊരു ഡ്രൈവറാണോ എന്നല്ലേ ഇവർ ചോദിച്ചത്. ഒരു ഡ്രൈവറിന് വേണ്ടിയിട്ടാണോ ഇത് എന്ന് ആദ്യം തൊട്ട് കേട്ടിരുന്നൊരു ചോദ്യമാണോ അതല്ലേ? ഡ്രൈവറിനും വേണ്ടിയിട്ടാണോ ഇതെന്ന് പോലും സംശയിച്ചു പോയിരുന്നു. അതായത് ഞാൻ ചില സമയത്ത് ആലോചിക്കൂ, ഞാനൊരു പാരാമീറ്റർ വെച്ചിരിക്കണ്. ഞാനും വേറെ ചില ആളുകളെ കാണുന്നവരും തമ്മിലുള്ള പാരാമീറ്റർ. അപ്പം ഞാൻ സമാധാനിക്കൂ, ഞാൻ ഓലക്കാട്ടി എത്രയോ മേലാണ്. സത്യം, പണത്തെക്കാട്ടും വലുത് പലതുണ്ട്. ഒരുപാട് മനുഷ്യരുടെ ഏറെ നാളത്തെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് അർജുനെ നമ്മൾക്ക് ഇങ്ങനെയെങ്കിലും വീണ്ടെടുക്കാനായത്. സേനകൾ മുതൽ ഈശ്വർ മാൽപേ വരെ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ അർജുനെ തിരഞ്ഞു. ശാസ്ത്രീയമായ സംവിധാനങ്ങളാണ് അർജുനിലേക്ക് അടുപ്പിച്ചത്. വിദഗ്ധ സംഘം മാർക്ക് ചെയ്ത് നൽകിയ പോയിന്റിൽ തിരച്ചിൽ. ഒടുവിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം. By 10:30, the first news namku etti. What was that news? That they had found some small parts of the truck, which was similar to the Bharat-Benz truck. Then they said, I said, this is the time namku diver ne taaye ayachala. Maybe he'll be able to see more things. So they have a very professional driver who went inside and put video inki ayichitanu. And when I saw that, we saw the mudguard, we saw side plate, 2-3 items കാണാൻ പറ്റി. And then we were sure that this is truck's part. Now the challenge was, അവിടുന്ന് ഈ ട്രക്കിനെ എങ്ങനെ പൊക്കിയെടുക്കാം. ട്രക്കിന്റെ വെയിറ്റ് തന്നെ 16 tons ആണ്. ഈ ഡ്രെജർ വെച്ച് ട്രക്കിനെ എങ്ങനെ പൊക്കിയെടുക്കും വാസ് എ ചാലഞ്ച്. സോ ദാറ്റ് ഈസ് ഹൗ CP2 ഐഡന്റിഫൈ ആയത്. ബൈ അബൌട്ട് 11:30 we were clear. ബട്ട് ആ ട്രക്ക് എടുക്കാതെ we didn't want to announce to the media that is already കിട്ടിയെന്ന്. We wanted to keep it, make sure that everything is correct before announcing. That is how by about 2:30 or 3:30 it was announced. ഔദ്യോഗിക സംവിധാനങ്ങൾ മടിച്ചു നിന്നപ്പോൾ കുത്തൊഴുക്കിലേക്ക് എടുത്തു ചാടിയ ഈശ്വർ മാൽപേ ഇല്ലാതെ ഈ ദൗത്യം പൂർണ്ണമാകുമോ? പുതിയ മനുഷ്യർ ആ ദൗത്യവുമായി അരികിലെത്തും. 3 ദിവസത്തെ സെർച്ചിങ് ആയി. 2ാമത്തെ ദിവസമായപ്പോൾ തന്നെ ലോറി കിട്ടുകയും ചെയ്തു. ആദ്യത്തെ ദിവസം തന്നെ ലോറിയുടെ ലാഡറിന്റെ പാർട്ട് കിട്ടിയായിരുന്നു. അതിന്റെ ബേസ് ചെയ്ത ഈ ഒരു ഏരിയ സെർച്ച് ചെയ്തതും
നിമിത്തം ആ ഒരു നല്ലൊരു കാര്യം. ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു ഏരിയയിൽ സെർച്ചിങ്ങിന് വരുന്നതും. ഓൾറെഡി ഇവിടെ വേറെ വണ്ടികളും പോയിട്ടുണ്ട് എന്നുള്ള സ്കീം ഇതിനകത്തായിരുന്നു. അന്നേരം ജസ്റ്റ് ഈ ലോറിയാന്ന് ഉറപ്പില്ല. മൊത്തവും ചെളി കയറി കിടന്ന് മൊത്തം പിന്നെ തുടച്ച് ഓരോ അതിനകത്ത് ഓരോ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്താണ് അത് ഈ ലോറിയാന്ന് കൺഫേം ആക്കിയത്. അതും മണ്ടയ്ക്ക് വന്നതിന് ശേഷം വേറെ ഫോട്ടോ കാണിച്ച് പിന്നെ വീഡിയോ ഒന്നുകൂടെ അഗൈൻ ചെക്ക് ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷമാണ് ഒന്നുകൂടെ കൺഫേം ആക്കിയത്. ഓരോ സൈഡിൽ ഓരോ ഡെപ്താ കുഴിച്ചെടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ഡ്രഡ്ജ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ പല ഡെപ്തായിട്ടാണ് വരുന്നത്. ഇപ്പം ലോറി തന്നെ മണ്ണിനടി 3 മീറ്റർ അടിയിൽ നിന്നാണ് കണ്ടുപിടിച്ചത് തന്നെ. വെള്ളത്തിന്റെ അടിയിൽ ലോറിയുടെ മേളിൽ 3 അടി മണ്ണുണ്ടായിരുന്നു. അതെ 3 മീറ്റർ മണ്ണുണ്ടായിരുന്നു. അത് ഡ്രഡ്ജ് ചെയ്ത് കളഞ്ഞ് കുറെ ഡൈവിംഗ് ടീം വന്ന് എല്ലാവരും ചെക്ക് ചെയ്ത് ലാസ്റ്റ് നമുക്കാണ് ഇതിന്റെ ഇത് കിട്ടിയത്. എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ അവിടെ പോയി അവിടെ ഗ്രൗണ്ടിൽ നമ്മുടെ ടീം വർക്ക് ചെയ്യുമ്പോൾ എവ്രിബഡി കെയിം ഫോർ ടു സപ്പോർട്ട്. NDRF, നേവി, ആർമി, പോലീസ്, എവ്രി വൺ വാസ് ഔട്ട് ഓഫ് ദി അവർ പോയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. നമ്മുടെ താമസിക്കാനും നമുക്ക് റെയിൻ കോട്ട് എടുക്കാനും മഴയിൽ നനയാനും റെസ്ക്യൂ ചെയ്യാനും എന്തായാലും വാട്ട് എവർ വി ആസ്ക്ഡ് ഫോർ MLA അടക്കം അവരുടെ അഡ്മിനിസ്ട്രേഷൻ വാസ് മേക്കിംഗ് us അവൈലബിൾ ടു മേക്ക് us കംഫർട്ടബിൾ. അതാണ് ഈ ഇത്ര ചാലഞ്ചസ് ഉണ്ടായിട്ടും യു ആർ ഏബിൾ ടു സക്സീഡ് ബിക്കോസ് സപ്പോർട്ട് ഓഫ് നോട്ട് ഓൺലി പീപ്പിൾ ഓഫ് കർണാടക ബട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നു ഫ്രം പീപ്പിൾ ഓഫ് മൈ ഫ്രണ്ട്സ് ഇൻ കേരള, അൺനോൺ പീപ്പിൾ ഇൻ കേരള, ജസ്റ്റ് അക്വൈൻറ്റൻസ് ഇൻ കേരള. ഒരുപാട് മെസ്സേജസ് വന്നിട്ട് ഇറ്റ് വാസ് വെരി എൻകറേജിങ് ഫോർ us ടു കണ്ടിന്യൂ വർക്കിംഗ്. അതാണ് ഒന്നുകൂടെ ഞാൻ അവിടെ പോയത്. ബിക്കോസ് എനിക്ക് ഒരു അറിവ് കിട്ടി. അർജുനൻ സിസ്റ്റർ വാസ് ദർ. അവർ പേഴ്സണലായിട്ട് എന്നെ വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു MLA. MLA എനിക്ക് വിളിച്ച് പറഞ്ഞു. സോ ഐ കുഡ് നോട്ട് സേ നോ. അതാണ് സെക്കൻഡ് ടൈം ഞാൻ അവിടെ പോയിട്ട് അവിടെ പോയിന്റ് കൊടുത്തത്. ഇനി മടക്കയാത്രയാണ്. ഇതുവരെയുള്ള യാത്രകൾ പോലെയല്ല. ചിരിക്കുന്ന മുഖങ്ങളൊന്നും അർജുനെ കാത്ത് കണ്ണാടിക്കല്ലെ വീട്ടിലില്ല. അവിടെ കാത്തിരിക്കുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വിങ്ങുന്ന മനസ്സുകളുമാണ്. പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ തികയില്ല. DNA ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അത് അവർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2ാം ഘട്ട തെരച്ചിൽ നിർത്തിവെച്ചപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പല ആളുകളെയും കുടുംബം ഒറ്റക്കെട്ടായിട്ട് ഒറ്റ തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ പല ആളുകളെയും പോയി കണ്ടു. എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. കൃഷ്ണപ്രിയ അവൾക്ക് നമ്മൾ എന്ത് കൊടുത്താലും മതിയാവില്ല. പക്ഷേ അർജുൻ എന്ന് പറഞ്ഞൊരു നഷ്ടം അവൾക്ക് തീരാ നഷ്ടമാണ്. അവൾക്കൊരു ജോലി കൊടുത്ത് നമ്മുടെ സർക്കാർ അതും ചെയ്ത് അങ്ങനെ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നിന്നുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അവിടുത്തെ ജില്ലാ ഭരണകൂടാണെങ്കിലും നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈശ്വർ മാൽപ്പെ എല്ലാ ആളുകളും എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അർജുൻ്റെ അടുത്ത് എത്തിപ്പെടുക. ഇനി പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു. എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടി. ഫാമിലി എന്നുള്ള വിഷയം ഒരു മുന്നേ നമ്മളെ ഫാമിലി ആയിരുന്നു. ഇനി ഒരു ഉത്തരവാദിത്വം അർജുനെ നമ്മളെ ഏൽപ്പിച്ചിക്കണ്. ആ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യും. എന്തായാലും ഗംഗാവലിപ്പുഴയിൽ അർജുന് ഇടൂല, ആ കണ്ണാടിക്കല് ഓരോ ഫാമിലിന് ഇടൂല. ഇന്നലെ എല്ലാം തകർന്ന ട്രക്ക് തിരിച്ചു കിട്ടുമ്പോൾ നാളെയുടെ ഹൃദയം തകർക്കുന്ന നോവ് ആ വാഹനത്തിനുള്ളിൽ ബാക്കിയുണ്ടാകുമെന്ന് കരുതിയതേയില്ല. ദൂരെ വാഹനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അച്ഛൻ്റെ ലോറിയാണെന്ന് കരുതി അയാൻ ഇനിയും ഓടിയിറങ്ങും. അവൻ്റെ കയ്യിൽ അർജുൻ പൊന്നുപോലെ കാത്ത ആ കളിപ്പാട്ടമുണ്ടാകും. ഇനി ഇത് മാത്രമാണ് അവന് ബാക്കിയുള്ളത്.
ഇനി വരുന്ന തലമുറയ്ക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കാം. പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും സധൈര്യം നേരിട്ട ഒരു കൂട്ടം മനുഷ്യരുടെ ചേർത്തുപിടിക്കലിൻ്റെ കഥ. ആരും ഒരു നന്ദി വാക്കിന് പോലും കാത്തു നിൽക്കാതെ ഷിരൂരിൽ നിന്ന് മടങ്ങുകയാണ്.